ഹായ് ഹലോ നമസ്കാരം. പേജ്3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. ജോഗ്രഫിയിൽ നിന്നുള്ള നമ്മുടെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ആൻസർ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു പ്രസ്താവനയാണ് തന്നിട്ടുള്ളത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പരിശോധിക്കുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. രണ്ടാമത്തെ പ്രസ്താവന, പ്രാചീന കാലത്ത് ചിനാബ് നദി അറിയപ്പെട്ടിരുന്നത് അസ്കിനി എന്നാണ്. മൂന്നാമത്തെ പ്രസ്താവന, ചിനാബ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ബഗ്ലിഹാർ, ദുൽഹസ്തി, സലാൽ എന്നിവ. നാലാമത്തെ പ്രസ്താവന, ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്നു. ചിനാബ് ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്നു. ഈ പ്രസ്താവന പരിശോധിച്ചിട്ട് ഓപ്ഷൻ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്, ഡി മാത്രം തെറ്റാണ്, എ ബി മാത്രം തെറ്റാണ്, സി മാത്രം തെറ്റാണ്. ഇതിലേതാണ് ഉത്തരം എന്നുള്ളത് പറയുക. ഇവിടെ നോക്കണം. രണ്ടാമത്തെ ചോദ്യം, സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. രണ്ടാമത്തേത്, ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനുമാണ് ഒപ്പുവെച്ച നേതാക്കൾ. മൂന്നാമത്തെ പ്രസ്താവന, 1960 കരാർ ഒപ്പുവെച്ചത്. നാലാമത്തേത്, സത്ലജ്, ബിയാസ്, രവി എന്നീ നദികളിൽ നിന്നുള്ള ജലത്തിനാണ് ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ളത്. എല്ലാം ശരിയാണ്, ഡി മാത്രം തെറ്റാണ്, എ ബി മാത്രം ശരിയാണ്, ബി മാത്രം തെറ്റാണ്. പ്രസ്താവനകൾ വായിച്ചിട്ട് ഓപ്ഷൻ അനുസരിച്ച് ഉത്തരം എഴുതുക. മൂന്നാമത്തെ ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഇടം നേടിയ വർഷം 2011, 12, 13, 10 ജൂലൈ 1 എല്ലാം കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ്. പാർട്ടി എയും പാർട്ടി ബിയും തന്നിട്ടുണ്ട്. പാർട്ടി എ, പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി, പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി, ഛോട്ടാ നാഗ്പൂരിലെ ഉയരം കൂടിയ പ്രദേശം, ആരവല്ലി നിരയിലെ ഉയരം കൂടിയ കൊടുമുടി, ജിന്തഗഡ, ഗുരുശിഖർ, ആനമുടി, പരസ്നാഥ് കുന്നുകൾ. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, പാർട്ടി എ നോക്കുക, ചേരുംപടി തന്നെയാണ്. പാർട്ടി എ, ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും വേർതിരിക്കുന്ന സമുദ്രഭാഗം, ലക്ഷദ്വീപിനെയും മാലദ്വീപിനെയും വേർതിരിക്കുന്ന സമുദ്രഭാഗം, മിനിക്കോയ് ദ്വീപിനെ ദ്വീപിലെ മറ്റു ദ്വീപിൽ നിന്നും വേർതിരിക്കുന്ന ഭാഗം, സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നത്. പാർട്ട് ബി ആണെങ്കിലോ, ഡങ്കൻ പാസേജ്, 8° ചാനൽ, 9° ചാനൽ, 10° ചാനൽ. ആറാമത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിശോധിക്കുക. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്നാണ്. രണ്ടാമത്തേത്, വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. മൂന്നാമത്തേത്, പ്രധാനമായും കടലിൽ നിന്ന് കരയിലേക്കാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വീശുന്നത്. നാലാമത്തേത്, വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം എന്നാണ്. ഇതിൽ എല്ലാം ശരിയാണ്, ഡി മാത്രം തെറ്റാണ്, എ ബി മാത്രം ശരിയാണ്, സി മാത്രം തെറ്റാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏഴാമത്തെ ചോദ്യം, സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാൽ, ഭോപ്പാൽ, ന്യൂഡൽഹി, ലക്നൗ. എട്ടാമത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിശോധിച്ച് തുറമുഖം ഏതെന്ന് കണ്ടെത്തുക. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം, ഇന്ത്യ വിഭജനത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന തുറമുഖം, ഇന്ത്യയിൽ ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം. ഈ 3 പ്രസ്താവന വായിച്ചിട്ട് ഇതിലേത് തുറമുഖത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? ദീൻദയാൽ തുറമുഖമാണോ, മുംബൈ തുറമുഖമാണോ, ന്യൂ മാംഗ്ലൂർ തുറമുഖമാണോ, ജവഹർലാൽ നെഹ്റു തുറമുഖമാണോ? ഉത്തരം പറയുക. ഒൻപതാമത്തെ ചോദ്യം, ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി, അന്തരീക്ഷ മണ്ഡലം നമുക്ക് പഠിക്കാനുണ്ടല്ലോ. മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ. പത്താമത്തെ ചോദ്യം, അർദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് നർമ്മദ, കൃഷ്ണ, ഗോദാവരി, മഹാനദി. 10 ചോദ്യങ്ങൾ. ആൻസറുകൾ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക.
സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത്? ചിനാബ്. ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പ്രാചീന കാലത്ത് ചിനാബസ്കിനി, രവി പരുഷിണി, നമുക്ക് പ്രാചീനകാല നാമങ്ങൾ പഠിക്കാനുണ്ട്. ചിനാബസ്കിനി ശരിയാണ്. ചിനാബ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ബഹ്ലിയാറും ദുൽഹസ്തിയും സലാലും, അതും കറക്റ്റാണ്. ചന്ദ്രഭാഗ എന്നീ അരുവികൾ ചേർന്നിട്ടായതുകൊണ്ട് തന്നെ ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഈ 4 നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, 4 നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സിന്ധു നദീജല കരാറ്. സിന്ധു ശരിയാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനുമാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. കറക്റ്റാണ്. 1960 ഒപ്പുവെച്ചത്. കറക്റ്റാണ്. സത്ലജ്, ബിയാസ്, രവി ഈ നദികളുടെ അവകാശം നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ്. ഇത് നമ്മൾ 4 പഠിച്ചു വയ്ക്കണം. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെയും ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം ഇടം നേടിയ വർഷം നോക്കുകയാണെങ്കിൽ 2012 ജൂലൈ 1. 2012 ജൂലൈ 1. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്, കിട്ടും. നാലാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കാനാണ് പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി, പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി, ഛോട്ടാ നാഗ്പൂരിലെ ഉയരം കൂടിയ കൊടുമുടി, ആരവല്ലി നിരയിലെ ഉയരം കൂടിയ കൊടുമുടി. ഇവിടെ പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അല്ലെ? പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ ആനമുടി എന്ന് നമുക്ക് പറയാം. പശ്ചിമഘട്ടം ആനമുടിയാണ്. അപ്പോൾ A3 എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. A3 ബിയും ഉണ്ട്, സിയും ഉണ്ട്. ഇനി പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിന്തകടയാണ് അല്ലേ? ജിന്തകടയാണ് പൂർവ്വഘട്ടത്തിലേത്. അപ്പോൾ അതും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. B1 എന്നുള്ളത് ഏതാണ് നോക്കുക. ഇവിടെ B2 കൊടുത്തിരിക്കുക. അപ്പോൾ ബി അല്ല, ഇത് കറക്റ്റാണ്. ഇനി ഛോട്ടാ നാഗ്പൂരിലെ ഉയരം കൂടിയ കൊടുമുടിയും അതുപോലെ തന്നെ ആരവല്ലി നിരയിലെ ഉയരം കൂടിയ കൊടുമുടി, ആരവല്ലി, ഛോട്ടാ നാഗ്പൂർ. ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഗുരുശിഖർ എന്ന് പറയുന്നത്, ഓക്കെ, ഗുരുശിഖർ എന്നുള്ളത് ആരവല്ലിയുമായി ഉള്ളതാണ് ഗുരുശിഖർ. ഓക്കെ, ആരവല്ലിയുടെ കൊടുമുടിയാണ് ഗുരുശിഖർ. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ അതാണ്, പരസ്നാഥ് ആയിരിക്കും. അപ്പോൾ 1 എ എന്താണ്? A3 അല്ലെ? ബി ഏതാണ്? B1. സി ഏതാണ്? C4. D2. അപ്പോൾ D2, C4, B1, A3. അപ്പോൾ ഇതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, അടുത്തതും ചേരുംപടി ചേർക്കൽ തന്നെയാണ്. ആൻഡമാനെയും നിക്കോബാർ ദ്വീപിനെയും വേർതിരിക്കുന്ന സമുദ്രഭാഗം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയും. ഡങ്കൻ പാസേജ് എങ്കിലും നിങ്ങൾക്ക് അറിയുമായിരിക്കും. സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡങ്കൻ പാസേജ് ആണ്. അതായത് D1 ആണ്. അപ്പോൾ D1 എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കുക. ചിലപ്പോൾ നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും. ഇവിടെ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്നാലും ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യത്തെ D1 3 ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തുക. സി എന്തായാലും ഇല്ല, അത് നമുക്ക് വെട്ടിക്കളയാം. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷദ്വീപ്, മാലിദ്വീപ് വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ്. അതറിയുകയാണെങ്കിൽ അതിൽ നിന്ന് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കിട്ടും അല്ലേ? അപ്പോൾ B2 എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക. B2 എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കി കഴിഞ്ഞാൽ B2 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കളയാം? സിയും ഡിയും വെട്ടിക്കളയാം. ഇനി ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. ഇനി അടുത്തത് നോക്കുക. ഓക്കെ, അടുത്തത് ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. അപ്പോൾ A4 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? A4 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ എ ആണത്, കറക്റ്റാണ്. അപ്പോൾ ആൻഡമാനെയും നിക്കോബാർ ദ്വീപിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനൽ. മിനിക്കോയ് ദ്വീപിനെയും ലക്ഷദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതായിരിക്കും? അപ്പോൾ സി ആണ്. C3 അതേതാണ്? 9 ഡിഗ്രി ചാനൽ. D1 ഡങ്കൻ പാസേജ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നു. ആറാമത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിശോധിക്കുക. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെ അറിയപ്പെടുന്നു? ഇടവപ്പാതി. ശരിയാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. ശരിയാണ്. വടക്ക് കിഴക്കൻ തുലാവർഷം. പ്രധാനമായും കടലിൽ നിന്ന്
കരയിലേക്കാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ, അവിടെ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് എങ്ങനെ നമ്മുടെ ഇവിടെ നല്ല ചൂടാകുന്ന സമയത്ത് ഇവിടുത്തെ ഇന്ത്യയിലെ മർദ്ദം കുറയും. അപ്പോൾ മർദ്ദം കുറയുമ്പോൾ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കാറ്റ് വീശും, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പ്രധാനമായും കടലിൽ നിന്ന് കരയിലേക്കാണ് കാറ്റ് വീശുന്നത്. കറക്റ്റ് തന്നെയാണ്, അത് തെറ്റൊന്നുമില്ല. എന്താണ് പറഞ്ഞുള്ളത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് അത് കറക്റ്റാണ്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം എന്നാണ്, അതും കറക്റ്റാണ്. അപ്പോൾ ഇത് 4 ശരിയായതുകൊണ്ട് എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. കിട്ടിയില്ലേ? 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് ഓപ്ഷൻ എ കർണാൽ, ഹരിയാനയാണ്. 8ാമത്തെ ചോദ്യം, പ്രസ്താവനകൾ പരിശോധിച്ച് തുറമുഖം ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യ വിഭജനത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന തുറമുഖം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം, ഇന്ത്യയിൽ ആദ്യമായി സെസ് ഏർപ്പെടുത്തിയ തുറമുഖം, ഇതെല്ലാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൻഡ്ല തുറമുഖം എന്നറിയപ്പെടുന്ന ദീൻ ദയാൽ ഉപാധ്യായ തുറമുഖമാണ്. ദീൻ ദയാൽ തുറമുഖമാണ്. 9ാമത്തെ ചോദ്യം, ഓസോൺ പാളി എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. 10ാമത്തെ ചോദ്യം, അർദ്ധഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ട്. കൃത്യമായിട്ടൊരു ടൈം മാനേജ്മെൻ്റ് ആണ് നിങ്ങൾക്കിനി വേണ്ടത്. നിങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എത്രമാത്രം നമ്മുടെ കയ്യിൽ ഈ കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് വിലയിരുത്താൻ വേണ്ടിയുള്ള സമയമായിട്ട് ഇനി ഒരു 45 ദിവസം നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? UP പരീക്ഷയ്ക്ക് 45, LPക്ക് അതിനേക്കാളും കൂടുതൽ സമയമുണ്ട്. അപ്പോൾ ഈ 45 ദിവസം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങളുടെ റാങ്ക് വരിക. അപ്പോൾ നിങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ, കുറച്ച് മോഡൽ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 70 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം 2023-24 വർഷത്തെ കറണ്ട് അഫയേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 70 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അല്ലേ, 70 ക്വസ്റ്റ്യൻസ് ആണ് വരിക. 70 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തരുന്നത്. 70 സെറ്റ് ക്വസ്റ്റ്യൻസ്, 70 മാതൃകാ പരീക്ഷ. അപ്പോൾ ഒരു പരീക്ഷയിൽ 100 മാർക്ക് ഉണ്ടാകും. 100 മാർക്കിൻ്റെ 70 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവിടെ പരിശോധിക്കുന്നത്. അതിലെല്ലാം വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ്, മാത്സ് ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള അല്ലേ, സയൻസിൻ്റെ ഭാഗങ്ങൾ, സൈക്കോളജിയുടെ ഭാഗങ്ങൾ. നമ്മുടെ സിലബസ് എങ്ങനെയാണോ, സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ ആ രീതിയിലുള്ള 70 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 299 രൂപയ്ക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യാം. 2023-24 ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ സൗജന്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. താങ്ക് യു.